വീടുകളിൽ നിന്ന് ശൈത്താനിൻ്റെ ശല്യം എങ്ങനെ ഒഴിവാക്കാം? ഇവിടെ ശൈത്താൻ എന്നതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ജിന്നുകളിൽപ്പെട്ട ശൈത്താനുകളെയാണ്. അവരെ വീടുകളിൽ നിന്ന് ഇല്ലാതെയാക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട്. ആ ചോദ്യത്തിന് നമുക്ക് വളരെ വ്യക്തമായ മറുപടി ഖുർആനിലൂടെ ഹദീസിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. 7ഓളം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ഇത്തരത്തിലുള്ള പൈശാചികമായ ഷർറുകളെ നമ്മുടെ വീടുകളിൽ നിന്ന്, പിശാചുക്കളുടെ സാന്നിധ്യത്തെ വീടുകളിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അതിൽ ഒന്നാമത്തത്, ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവർ നിരന്തരം അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളായിരിക്കണം. ഇത് പറയാനുള്ള കാരണം പരിശുദ്ധ ഖുർആനിലെ 43-ാം അധ്യായം സൂറത്തു സുഖ്റുഫിലെ 36-ാമത്തെ ആയത്തിൽ കാണാം, വമൻ യഅ്ശു അൻ ദിക്രി റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്റിനെ ആരാണോ അവഗണിക്കുന്നത്, അവരുടെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ശൈത്താനിനെ അല്ലാഹു ഏർപ്പെടുത്തി കൊടുക്കും. ആ ശൈത്താൻ എപ്പോഴും അവരുടെ കൂട്ടുകാരനായിരിക്കും. ഇവിടെ ഫഹുവ ലഹു ഖരീൻ എന്നതിന് ഇമാം ബഗവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് ഐ ലാ യുഫാരിഖുഹു, ഒരിക്കലും അവനെ വിട്ടുപോകാതെ കൂടെ തന്നെ ഉണ്ടാകുമെന്നാണ്. അതിനാണ് ഖരീൻ എന്ന് പറയുന്നത്. അപ്പോൾ വിട്ടുപോകാതെ എപ്പോഴും കൂടെയുണ്ടാകും ഒരു ശൈത്താൻ. ആ ശൈത്താനിനെ ഒഴിവാക്കാൻ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്റുകൾ, 5 വക്ത് നമസ്കാരം, മറ്റു അദ്കാറുകൾ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കൽ, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യൽ, ഇങ്ങനെ നിരന്തരമായി അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളായിരിക്കണം ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുകൾ. അതിൽ എത്രമാത്രം വീഴ്ച വരുത്തുന്നുണ്ടോ അതിനനുസരിച്ച് പിശാച് അവരുടെ കൂടെയുണ്ടാകും. അപ്പോൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത്. രണ്ടാമത്തത്, നാം വീടുകളിലേക്ക് കയറുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ടും വീടുകളിലുള്ള ആളുകൾക്ക് സലാം പറഞ്ഞുകൊണ്ടും വീട്ടിലേക്ക് കയറാൻ ശ്രദ്ധിക്കണം. നമുക്ക് കാണാൻ സാധിക്കും, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ ദഖല അർ-റജുലു ബൈതഹു ഫദക്കറല്ലാഹ ഇൻദ ദുഖൂലിഹി വഇൻദ തആമിഹി ഖാല അശ്-ശൈത്വാനു ലാ മബീത ലകും വലാ അശാ. നിങ്ങളിൽ ഒരാൾ തന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ ബിസ്മില്ല എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മില്ല എന്ന് പറഞ്ഞാൽ ശൈത്താൻ പറയും, ഇന്ന് നമുക്ക് ഈ വീട്ടിലേക്ക് കയറി താമസിക്കാനും പറ്റുകയില്ല, ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുവാനും പറ്റുകയില്ല. എന്നാൽ വൈദാ ദഖല ഫലം യദ്കുരില്ലാഹ ഇൻദ ദുഖൂലി ഖാല അശ്-ശൈത്വാൻ അദ്റക്തുമുൽ മബീത്. വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പിശാച് പറയും, ഇന്ന് നമുക്ക് ഇവിടെ കയറി പറ്റാം, ഇവിടെ താമസിക്കാം. ശ്രദ്ധിക്കുക. അതുകൊണ്ട് വീട്ടിലേക്ക് കയറുമ്പോൾ എപ്പോഴും, വീട് എന്ന് പറയുമ്പോൾ നമ്മൾ താമസിക്കുന്ന ഏത് സ്ഥലവും, അത് നമ്മുടെ വീട് തന്നെ ആവണമെന്നില്ല. അത് ഹോസ്റ്റലായാലും ശരി, ഒരു വാടക മുറിയാണെങ്കിലും ശരി, വെറും ഒരു ബെഡ് സ്പേസ് ഉള്ള എല്ലാവരും കൂടി താമസിക്കുന്ന ഒരു സ്ഥലമാണെങ്കിലും ശരി, നാം എവിടെയാണോ താമസിക്കുന്നത് അവിടേക്ക് കയറുമ്പോൾ ബിസ്മില്ല എന്ന് പറയണം. അതേപോലെ തന്നെ വഇദാ ലം യദ്കുരില്ലാഹ ഇൻദ തആമിഹി, ഭക്ഷണം കഴിക്കുമ്പോഴും അള്ളാഹുവിനെ ഓർത്തിട്ടില്ലെങ്കിലോ അദ്റക്തുമുൽ മബീത വൽ അശാ, ഇന്ന് നമുക്ക് ഭക്ഷണവും കിട്ടി താമസവും കിട്ടി എന്ന് ശൈത്താൻ പറയുമെന്നാണ്. അതുകൊണ്ട് വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ല എന്ന് പറയണം. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയണം. അതേപോലെ തന്നെ വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയേണ്ടതുണ്ട്. ഇമാം ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സലാസത്തുൻ കുല്ലുഹും ളാമിനുൻ അലല്ലാഹ്. 3 വിഭാഗം ആളുകൾ, അല്ലെങ്കിൽ 3 കാര്യങ്ങൾ ചെയ്യുന്നവർ, അവരുടെ സംരക്ഷണം അല്ലാഹു ഗ്യാരണ്ടിയായി ഏറ്റെടുത്തിരിക്കുന്നു. അതിൽ ഒന്ന്, മൻ ദഖല ബൈതഹു ഫസല്ലമ ഫഹുവ ളാമിനുൻ അലല്ലാഹ്. ഒരാൾ വീട്ടിലേക്ക് കയറുമ്പോൾ കുടുംബത്തിന് സലാം പറഞ്ഞാൽ, ഇനി ആരുമില്ലെങ്കിൽ പോലും വീട്ടിലേക്ക് കയറുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഫഹുവ ളാമിനുൻ അലല്ലാഹ്, അവന്റെ കാര്യം അല്ലാഹു അമാനായി, അവന്റെ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയണം. മഹാനായ അനസ് ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം, യാ ബുനയ്യ, പൊന്നു മകനെ, ഇദാ ദഖൽത അലാ അഹ്ലിക്, നീ നിന്റെ കുടുംബത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫസല്ലിം, നീ സലാം പറയണം. യകുൻ ബറക്കത്തന അലൈക്, അത് നിനക്ക് ബറക്കത്താണ്. വ അലാ അഹ്ലി ബൈതിക്, നിന്റെ വീട്ടിലുള്ള ആളുകൾക്കും ബറക്കത്താണ്. അപ്പോൾ വീടുകളിലേക്ക് കയറുമ്പോൾ നമ്മൾ സലാം പറയാൻ മറന്നു പോവരുത്.
ബിസ്മില്ല എന്ന് പറയാൻ മറന്നു പോകരുത്. ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മില്ല എന്ന് പറയാൻ മറന്നു പോകരുത്. എങ്കിൽ ഒരു പരിധിവരെ പിശാചിനെ നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. മൂന്നാമത്തെ വിഷയം, വീടുകളിൽ വെച്ച് പരിശുദ്ധ ഖുർആനിന്റെ പാരായണം നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. ഇമാം ദാരിമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഒരു അസറിൽ നമുക്ക് കാണാൻ സാധിക്കും, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ശ്രദ്ധേയമായ ഒരു വാക്ക്. അത് അദ്ദേഹം സ്വന്തം വക പറഞ്ഞതല്ല, നബിയിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കി പറഞ്ഞതാണ്. എന്താണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്? അദ്ദേഹം പറയാറുണ്ട്, ഇന്നൽ ബൈത ലയത്തസിഉ അലാ അഹ്ലിഹി വതഹ്ദുറുഹുൽ മലായികതു വതഹ്ജുറുഹു ശയാത്തീൻ. ഒരു വീട് അവിടെ താമസിക്കുന്ന ആളുകൾക്ക് വിശാലതയുള്ളതായി അനുഭവപ്പെടും, ഞെരുക്കമില്ലാത്ത വിശാലതയുള്ള ഒരു വീടായി അനുഭവപ്പെടും. മാത്രമല്ല ആ വീട്ടിൽ മലക്കുകൾ സദാ സന്നിധരായിരിക്കും. അതേപോലെ തന്നെ പിശാചുക്കളെ അത് ആട്ടി അകറ്റുകയും ചെയ്യും. വയക്സുറു ഖൈറുഹു, അതേപോലെ തന്നെ ആ വീടിന്റെ ഖൈറുകൾ വർദ്ധിക്കും, ധാരാളം ബറക്കത്ത് വീട്ടിലുണ്ടാകും. എന്താ ചെയ്യേണ്ടത്? അൻ യുഖറഅ ഫീഹിൽ ഖുർആൻ, വീട്ടിൽ വെച്ച് ഖുർആനിന്റെ പാരായണം നിർവഹിക്കപ്പെടണം. എന്നാൽ അങ്ങനെയല്ലെങ്കിലോ വ ഇന്നൽ ബൈത ലയദീഖു അലാ അഹ്ലിഹി, എന്നാൽ ഒരു വീട് ആ വീട്ടിലുള്ള ആളുകൾക്ക് ഞെരുക്കമുള്ളതായി, അഥവാ വീട്ടിലൊരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥ, ഒരു സമാധാനമില്ലാത്ത അവസ്ഥ അങ്ങനെ അനുഭവപ്പെടും. വതഹ്ജുറുഹുൽ മലായിക, മലക്കുകൾ അവിടെ ഉണ്ടാവുകയുമില്ല. വതഹ്ദുറുഹു ശയാത്തീൻ, എന്നാൽ പിശാചുക്കൾ ധാരാളം ഉണ്ടാവുകയും ചെയ്യും. എന്താണ് പ്രശ്നം? വയഖില്ലു ഖൈറുഹു, ആ വീടിന്റെ ഖൈറും കുറഞ്ഞു പോകും. അല്ലാ യുഖറഅ ഫീഹിൽ ഖുർആൻ, ആ വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നില്ലെങ്കിൽ. അപ്പോൾ വീടുകളിൽ വെച്ച് പരിശുദ്ധ ഖുർആനിന്റെ പാരായണം നിർവഹിക്കപ്പെടണം. പ്രത്യേകിച്ചും സൂറത്തുൽ ബഖറ, അത് നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മൊത്തത്തിൽ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യണം, അതേ സന്ദർഭത്തിൽ സൂറത്തുൽ ബഖറ പ്രത്യേകം പാരായണം ചെയ്യണം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലാ തജ്അലൂ ബുയൂതകും മഖാബിർ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മഖ്ബറകളാക്കരുത്, അഥവാ നമസ്കാരമില്ലാത്ത, ദിക്റില്ലാത്ത, ഖുർആൻ പാരായണമില്ലാത്ത ഒരു സ്ഥലമാക്കി മാറ്റരുത്. ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖ്റഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടി അകലുന്നതാണ്. അപ്പൊ ശൈത്താനിനെ ഒഴിവാക്കാനാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. ശൈത്താൻ ഓടി അകലാൻ കാരണമായി തീരുന്ന പ്രവൃത്തിയാണ് സൂറത്തുൽ ബഖറ വീട്ടിൽ വെച്ച് പാരായണം ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതല്ലാത്ത സൂറത്തുകളും ഖുർആനിന്റെ പാരായണവും വീട്ടിൽ നിർവഹിക്കപ്പെടേണ്ടതാണ്. അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ടത്, രാത്രിയായി കഴിഞ്ഞാൽ അഥവാ നേരം ഇരുട്ടിത്തുടങ്ങിയാൽ തന്നെ നാം എന്ത് ചെയ്യുക? വീടിന്റെ വാതിലുകളും ജനലുകളുമെല്ലാം അടയ്ക്കേണ്ടതുണ്ട്. സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇമാം ബുഖാരി അതേപോലെയുള്ള പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദസ്തജ്നഹൽ ലൈലു, രാത്രിയായി കഴിഞ്ഞാൽ, ഔ കാന ജുനുഹുൽ ലൈൽ ഫകുഫു സിബിയാനക്കും, രാത്രിയോടടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പിടിച്ചു വെക്കണം, പുറത്തേക്ക് വിടരുത്. ഫഇന്ന ശയാതീന തൻതശിറു ഹീനഇദിൻ, കാരണം ആ സമയത്ത് പിശാചുക്കൾക്കൊരു വ്യാപനമുണ്ട്. മഗ്രിബിനോടടുത്ത സമയത്ത് പിശാചുക്കൾക്കൊരു വ്യാപനമുണ്ട്. അതുകൊണ്ട് കുട്ടികളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടാതെ പിടിച്ചു വെക്കണം. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഒരല്പം രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ അവരെ പുറത്തു വിടുന്നതിൽ വിരോധമില്ല. വഅഗ്ലിഖ് ബാബക വദ്കുരിസ്മല്ലാഹ്, വാതിലടയ്ക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാതിൽ അടയ്ക്കണം. വഅത്ഫി മിസ്ബാഹക വദ്കുരിസ്മല്ലാഹ്, അതേപോലെ തന്നെ വീട്ടിൽ വിളക്ക് അണയ്ക്കുന്ന സന്ദർഭത്തിലും ബിസ്മില്ല എന്ന് പറയണം. വഔക്കി സിഖാഅക വദ്കുരിസ്മല്ലാഹ്, അതേപോലെ തന്നെ വെള്ളത്തിന്റെ പാത്രവും ഭക്ഷണത്തിന്റെ പാത്രവും അടച്ചു വെക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയണം. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ബിസ്മില്ല എന്ന് പറയുക. മഗ്രിബിനോടടുത്ത സമയത്ത് വാതിലുകളും ജനലുകളുമൊക്കെ അടയ്ക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കുട്ടികളെ പുറത്തുവിടാതെ ശ്രദ്ധിക്കുക. എങ്കിൽ പിശാചുക്കളുടെ ഷർറുകളിൽ നിന്ന് സുരക്ഷിതത്വമുണ്ടാകും, സംരക്ഷണമുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. ആറാമത്, നമ്മുടെ വീടുകൾ ബാങ്ക് വിളി കേൾക്കുന്ന പരിസരത്താവാൻ ശ്രദ്ധിക്കണം. കാരണം ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന ശൈത്വാന ഇദാ നൂദിയ ബിസ്സലാഹ്, ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ അഥവാ നമസ്കാരത്തിലേക്ക് വിളിക്കുന്നത് കേട്ടാൽ, അത് ബാങ്കാണെങ്കിലും ശരി ഇഖാമത്താണെങ്കിലും ശരി, വല്ല വലഹു ഹുസാസുൻ, കീഴ്വായു ഇട്ടുകൊണ്ട് പിശാച് ഓടി അകലുന്നതാണെന്നാണ്. അപ്പോൾ ബാങ്ക് വിളി കേൾക്കുമ്പോൾ പിശാചുക്കൾ ഓടി അകലും. എന്നാൽ ബാങ്ക് വിളി കേൾക്കാത്ത വീടുകളാണെങ്കിൽ അവിടെ പിശാചുക്കളുടെ സാന്നിധ്യം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വീട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, മസ്ജിദുകളുടെ അടുത്ത് വീട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചില സ്വഹാബികളും താബീങ്ങളുമൊക്കെ അവരുടെ വീടുകളിൽ ശൈത്താനിന്റെ ശല്യമുണ്ട് എന്ന് അവർക്ക് തോന്നിയാൽ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അവർ പ്രത്യേകമായി ബാങ്ക് കൊടുക്കാറുണ്ടായിരുന്നു. എന്താണത്? കാരണം ബാങ്കിന്റെ ലഫ്ളുകൾ കേട്ടാൽ പിശാച് ഓടിയകലും എന്ന് മനസ്സിലാക്കിക്കൊണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ചുരുങ്ങിയത്
ബാങ്ക് വിളി കേൾക്കുന്ന പരിസരങ്ങളിലായിരിക്കട്ടെ നമ്മുടെ വീടുകൾ. ഏഴാമത്തത്, നമ്മുടെ വീട്ടിൽ ഇസ്ലാം നിഷിദ്ധമാക്കിയ രൂപത്തിലുള്ള ചിത്രങ്ങളോ പ്രതിമകളോ രൂപങ്ങളോ അതേപോലെ നായയുടെ സാന്നിധ്യമോ ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കാൻ വരുമെന്ന് പറഞ്ഞു. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. എന്നാൽ അദ്ദേഹം പറഞ്ഞ സമയമായിട്ടും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ കണ്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ വീടും പരിസരവും പരിശോധിച്ചപ്പോൾ കട്ടിലിനടിയിൽ ഒരു നായ കിടക്കുന്നത് കണ്ടു. അള്ളാഹുവിൻ്റെ റസൂൽ ആ നായയെ പുറത്താക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, വഅത്തനി ഫജലസ്തു ലക ഫലം തഅതി, നിങ്ങൾ വരുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു, പക്ഷേ നിങ്ങൾ വന്നില്ല എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് എന്താണ്? മനഅനിൽ കൽബുൽ ലദീ കാന ഫീ ബൈതിക്, താങ്കളുടെ വീട്ടിൽ ഒരു നായ കയറിയിരുന്നിരുന്നു. ആ നായ ഉള്ളത് കൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് വരാതിരുന്നത്. ഞാൻ പരിസരത്തുണ്ട്, ഞാൻ വീട്ടിലേക്ക് കയറാതിരുന്നതാണ്. കാരണം ഇന്നാ ലാ നദ്ഖുലു ബൈതൻ ഫീഹി കൽബുൻ വലാ സൂറത്തുൻ, രൂപങ്ങളുള്ളതും നായയുള്ളതുമായ വീട്ടിലേക്ക് ഞങ്ങൾ മലക്കുകൾ പ്രവേശിക്കുകയില്ല. മലക്കുകളില്ലെങ്കിൽ പിന്നെ അവിടെ പിശാചിന്റെ സാന്നിധ്യമുണ്ടാകും, സംശയം വേണ്ടതില്ല. മലക്കുകളുടെ സാന്നിധ്യം പിശാചുക്കളെ ആട്ടി അകറ്റുന്നതാണ്, നേരത്തെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ. അപ്പോൾ വീട്ടിൽ പ്രതിമകൾ, അതേപോലെയുള്ള ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങളോ ജീവനുള്ള വസ്തുക്കളുടെ ചിത്രങ്ങളോ ജീവനുള്ള ആളുകളുടെ ഫോട്ടോകളോ പ്രദർശിപ്പിക്കപ്പെടുന്ന രൂപത്തിൽ വീടുകളിൽ ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ്. അതേപോലെ തന്നെ നായയെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുവാനും പാടില്ലാത്തതാണ്. എങ്കിലും പിശാചുക്കളുടെ ഷർറിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും നിരന്തരം അള്ളാഹുവിനെ ഓർക്കുകയും വീടുകളിൽ വെച്ച് അള്ളാഹുവിൻ്റെ ദിക്റുകളും മറ്റ് കാര്യങ്ങളും ഉണ്ടായിരിക്കുകയും അതോടൊപ്പം പിശാചുക്കളുടെ സാന്നിധ്യത്തിന് കാരണമായി തീരുന്ന രൂപത്തിൽ സംഗീതമുണ്ടാവുക, സിനിമകളുണ്ടാവുക, ഡാൻസും പാട്ടുകളും അതേപോലെയുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കുക. ഇതൊക്കെ പിശാചുക്കളെ വിളിച്ചു വരുത്തും, മലക്കുകളെ അകറ്റുകയും ചെയ്യും. അതേപോലെ തന്നെ വീട്ടിലെപ്പോഴും ശുദ്ധി ഉണ്ടായിരിക്കണം. ഉലമാക്കൾ പറഞ്ഞത് അശുദ്ധിയുള്ള സ്ഥലങ്ങളിൽ പിശാചുക്കൾക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നാം ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന് പറയുന്നത്. അല്ലാഹുവേ, ആൺപിശാചുക്കളിൽ നിന്നും പെൺപിശാചുക്കളിൽ നിന്നും അവരുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ തേടുന്നു. കാരണം അതേപോലെയുള്ള സ്ഥലങ്ങളിൽ പിശാചുക്കൾ ഉണ്ടായിരിക്കും എന്നാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ പിശാചുക്കൾക്ക് ഇഷ്ടമാണ് ദുർഗന്ധമുണ്ടാവുക, വൃത്തികേടായി കിടക്കുക എന്നുള്ളതൊക്കെ. അതുകൊണ്ട് തന്നെ വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. വീടുകളിൽ സുഗന്ധം ഉപയോഗിക്കുക. നല്ല സുഗന്ധമുള്ള വല്ലതും പുകപ്പിക്കുകയോ അതേപോലെയുള്ള വസ്തുക്കളോ മറ്റോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വീട്ടിലെപ്പോഴും നല്ല ഗന്ധമുണ്ടാകട്ടെ, വീട്ടിൽ വൃത്തിയുണ്ടാകട്ടെ. എങ്കിലും പിശാചുക്കളെ നമുക്ക് വീട്ടിൽ നിന്ന് ആട്ടിയകറ്റാൻ പറ്റും.